ഹലോ ഗൈസ്, നമസ്കാരം. നമ്മളൊക്കെ അടുത്തൊരു കിട്ടില്ല അമ്പാറ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡേ 2 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോവ ടു ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ വീഡിയോൻ്റെ വിഷ്വൽസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഗോവയിൽ നിന്ന് റൂം. അപ്പോൾ ഈ വരുന്ന വൈക്കിയുടെ ഒരു സാധനം കണ്ടിട്ട് മോനെ SD ക്ലാസിക്കാണ് കൊടുക്കുന്നുണ്ടോ നടന്നിരുന്നു. ഈ ഒരു സാധനത്തുമ്മലാണ് കണ്ണുപോയ 250 ക്ലാസിക് ഓഫ് എടുക്കും. ഇൻഷാല്ലാ ഇതേപോലെ തോന്നും. ഇത് ഉപയോഗിക്കുന്നതാടാ, തൽക്കാലത്തേക്ക് മാത്രം എടുക്കുന്നത്. അപ്പോൾ പക്ഷെ ആട്ടാകാൻ ചാൻസ് കുറവാണ്. ഇവിടുന്ന് ഹോട്ടലൊന്നും തുറന്നിട്ടില്ലടാ. നമ്മൾ വണ്ടി അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുഡ് കഴിക്കണം പോകണം. രാവിലെ തന്നെ ചായ കുടി. ചായ എങ്ങനെയുണ്ട്? കൊള്ളാവും. അപ്പോൾ ചെറിയൊരു ഷോപ്പ്, ബാറില്ലാത്തൊരു ഷോപ്പ്, ബാറില്ലാത്തൊരു ചായപ്പീടിയ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നാസ്ത, ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനുണ്ട് സാധനം നോക്കാം. വല്ലാത്ത സ്പൂണാണല്ലോ. കൊള്ളാം, ഇനി കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഡേ 2 സ്റ്റാർട്ടായി. ഗോവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബറോഡ പിടിക്കലാണ്. ബറോഡ എന്തായാലും ഇന്ന് കവറാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗോവയുടെ തെരുവീതികളിലൂടെയുള്ള യാത്രയാണ്. ഗോവയിലൊന്നുകൊണ്ടുള്ള ക്ഷീണമുണ്ട്. അതിനണക്കായിട്ടുള്ള ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ക്ഷീണം ഉറങ്ങിയപ്പം തന്നെ ഗൂഗിൾ എന്തെല്ലോ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വണ്ടി നമുക്ക് വിചാരിച്ച മാതിരി ഒരു സ്പീഡ് പോകാൻ പറ്റുന്നില്ല. പോകാൻ പറ്റാൻ വണ്ടി സമ്മതിക്കാറ്റില്ല. നമ്മൾ പോകാത്തോണ്ടാണ്. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേ. ഓക്കെ, സ്റ്റാർട്ടഡ്. തുടങ്ങി നമ്മൾ ഗോവ എന്ന ഈ കേന്ദ്രഭരണ പ്രദേശം കടന്ന് ഇനിയിപ്പോൾ നമ്മൾ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പൻവേൽ ഹൈവേയിലാണ് ഉള്ളത്. നമ്മൾ രത്നഗിരി പിടിക്കണം. രത്നഗിരി നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് പോകുന്നതായിരിക്കും. ആവർഷമാണ് ഭയങ്കര കൊണ്ടായിപ്പോയി. റോഡ് ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മോശം റോഡ്. ഇതിപ്പോൾ കോൺക്രീറ്റ് റോഡാണ്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് യാത്ര ചെയ്ത്. എന്നാലും പക്ഷേങ്കിൽ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യാൻ ഒരു വല്ലാത്ത സുഖം തന്നെ. പിന്നെ സോറി, ഇന്നത്തെ വീഡിയോയിൽ സ്ഥലങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യൂല. കാരണം നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ ഗുജറാത്തിൽ എത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ റോഡ് മാത്രമായിരിക്കും ഉണ്ടാവുക. പ്ലസ് നമ്മളെ ഫുഡ് കഴിക്കലും പിടിക്കലെല്ലാം ആയിട്ട് കാണിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെന്താ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ, മോശമായാലും നല്ലതായാലും ഒന്ന് ഈ പിൻ ചെയ്ത് വെക്കുന്നതെങ്കിൽ രസമായിരിക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ ഇങ്ങോട്ടേക്ക് കടന്നതിന് ശേഷം കിലോമീറ്റർ പെട്ടെന്ന് കവറായി വരുന്നുണ്ട്. എന്താണെന്ന് അറിയുന്നില്ല അല്ലേ. റോഡിൻ്റെ ഒരു ഗുണം തന്നെ. എന്നാലും ഇതേപോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് ചെറിയ കഷ്ടങ്ങളിലും പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ റീച്ച് ചെയ്തിരിക്കുന്നത് കൊങ്കൺ സ്ട്രെച്ചിലാണുള്ളത്, കൊങ്കൺ റോഡിലാണുള്ളത്. കൊങ്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെ റെയിൽവേ പാതയുടെ ആ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ എല്ലാം ഒരു കൊങ്കൺ ഏരിയ ആണല്ലോ, മൊത്തത്തിലൊരു കൊങ്കണാണല്ലോ. അപ്പോൾ എവിടെ പോയാലും പ്രശ്നം ലോറിക്കാർ തന്നെയാണ്. കാരണം ലെഫ്റ്റ് സൈഡിലേ പോകേണ്ട മണ്ടന്മാർ റൈറ്റ് സൈഡിലേ പോകും. എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് പോകുന്ന വണ്ടിക്ക് ഭയങ്കര മിസ്റ്റേക്കാണ്. എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് തന്നെ പിടിച്ച് പോവുക. കാരണം വേറൊന്നും കൊണ്ട് എന്ന് വെച്ചാൽ ഈ വലിയ
വലിയ വണ്ടിക്കാരെടുക്കുന്നവർ ആരും കണ്ട വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് റൈറ്റ് സൈഡ് നിങ്ങൾ പിടിക്കല്ല, വലിയ അപകടത്തിലേക്കൊക്കെ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്പീഡിൽ വരുന്നതായിരിക്കും ബാക്കിലെ വണ്ടി, വളവ് നിങ്ങൾ കാണലുണ്ടാവില്ല, പെട്ടെന്നായിരിക്കും കാണാം, അങ്ങനെ ആക്സിഡന്റ് ആവും. എൻ്റെ കൺമുന്നിൽ മുമ്പ് നമ്മളെ കോഴിക്കോട് നിന്ന് ഒരു ദോസ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. കയ്യും കാലം പറിച്ചു, ദോസ്തല്ല പിക്കപ്പ്, കയ്യും കാലം പറിച്ചു വരെ കണ്ടിട്ട്. കാരണം വളവെന്ന് വണ്ടിക്കാരൻ കണ്ടിട്ടില്ല, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാൾ സ്പോട്ടിൽ വെച്ച്. അപ്പോൾ പരമാവധി ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി നിങ്ങൾ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. പിന്നെ വേറെന്താ പറയുക, സൈഡ് നോക്കുക നിങ്ങൾ, എന്താ രസം ഇങ്ങനെ പച്ചപ്പ്. ഈ റോഡ് കുറച്ച് മിസ്റ്റേക്കാണ്, എന്നാലും കുഴപ്പമില്ല. രാത്രി ഒന്നും ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റാത്ത റോഡാണെന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ നൈറ്റ് ഡ്രൈവ് ഇല്ലാത്ത, നൈറ്റ് ഡ്രൈവ് പരമാവധി ഒഴിവാക്കിയിട്ടുള്ള. ഇന്ന് മാക്സിമം ബറോഡ പിടിക്കണം. ബറോഡ എൻ്റെ ഫാമിലി ഉണ്ട്, അവരെ മീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരേ റോഡ് കണ്ട പോയി കണ്ടു. നമ്മൾ ഓൾമോസ്റ്റ് രത്നഗിരി എത്താനായി. മറ്റേ പൻവേൽ ഹൈവേ തന്നെ ഉള്ളത്, കൊങ്കൺ ഹൈവേ തന്നെ ഉള്ളത്. രത്നഗിരി ഏകദേശം എത്താനായി. ഒരു ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഇനി കുറച്ചും കൂടി എക്സ്ട്രീമായിട്ടുള്ള കാട്ടിലേക്ക് നമ്മൾ പോണത്രേ, കുറച്ചും കൂടി ഓടായിട്ട്. പിന്നെ അപ്പോൾ ഫ്രണ്ടത്തെ റോഡ് കോൺക്രീറ്റ് റോഡാണ്, ഒരു കുറച്ച് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. വണ്ടി 725 കിലോമീറ്ററായി നാട്ടിൽ നിന്ന് വിട്ടിട്ട്. ഇനിയും ഒരു 725 കിലോമീറ്റർ ഇനിയും ഓടാനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 800 കിലോമീറ്റർ എന്തായാലും ഇനിയും ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 800-ൽ 600 ഇന്ന് എന്തായാലും കവറാക്കണം, അതാണ് നമ്മളുടെ എയിം. എന്നാൽ മാത്രമേ നമ്മൾ നാളെ രാവിലത്തേക്ക് അഹമ്മദാബാദിലെത്തുള്ളൂ. ഓക്കെ, നമുക്ക് പോകുന്ന പോക്കിൽ ബറോഡയിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ എവിടെയും വലിയൊരു സ്റ്റോപ്പ് നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല. ചെറിയ ചായ കുടിക്കാനും ജസ്റ്റ് ഒരു സ്നാക്സ് കഴിക്കാനും വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോപ്പ്. പമ്പ് ഒരു റിഫ്ലക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാണുന്നു. മുംബൈ എത്താൻ വേണ്ടിയിട്ട് ഒരു 100-200 പൻവേൽ എത്താൻ വേണ്ടി 100-200 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ ഏതോ ഒരു ജിയോൻ്റെ പമ്പിൽ, നല്ല അടിപൊളി പമ്പ്, നൈസ് പമ്പ്. 2000 രൂപയും കൂടി അടിച്ചേക്കാൻ വെച്ചാൽ. ഇവിടെ റേറ്റ് 105.47, നമ്മുടെ നാട്ടിലത്തെ അതേ റേറ്റ് തന്നെ. അടുത്തത് കുറച്ച് കഷ്ടപ്പാടുള്ള റോഡാണ്. കഷ്ടപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേത്തറ്റം കഷ്ടപ്പാട്. അടിപൊളി വ്യൂ ആണ്, പക്ഷേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പക്ഷേ എങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നന്നായി സ്റ്റീക്ക വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റീക്കാണ്. ഇവിടെ 66-ൻ്റെ പണി നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്ന പോലെ ഇവിടെ 66-ൻ്റെ പണി. ഇതും 66 തന്നെയാണ്, NH 66 തന്നെയാണ് ഇതും. ഓക്കെ, ബോംബെ പൻവേൽ ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൻവേൽ ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്. എങ്ങനെയെങ്കിൽ ഇന്ന് നൈറ്റ് ഡ്രൈവ് കുറച്ച് റിസ്ക് എടുത്തിട്ട് ഇന്ന് നൈറ്റ് എന്തായാലും ഡ്രൈവ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം നമുക്ക് എങ്ങനെ അഹമ്മദാബാദ് എത്തേണ്ടത് നമുക്ക് എങ്ങനെയും മറ്റേ ഇത് പിടിച്ചിരിക്കണം, ബറോഡ എത്തണം ഇന്ന് ഇല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ബറോഡ എത്തണം. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളില്ലേ. കണ്ട ഏത് രസം മോനെ റോഡല്ലോ. പക്ഷേ വിഷയം ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ലോങ് ഡ്രൈവിൽ പിന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല റോഡും ഉണ്ടാവും. ഇപ്പോൾ നല്ല റോഡ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിനൊരു ത്രില്ലുണ്ടാവില്ല എന്ന് പറയുന്നട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്തായാലും കാണണം. ഫസ്റ്റ് പാർട്ട് കിട്ടിലും വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആവറേജ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ടേക്ക് പോലും. ഇത്ര റിസ്ക് എടുത്തിട്ട് വീഡിയോയിലിടുമ്പം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒഴിവാക്കിയാൾക്ക് പാവലെ രക്ഷപ്പെട്ട് പോയിക്കോളും. മിഷനില്ലാത്ത റോഡ്, പക്ഷേ അടിപൊളി വിഷ്വൽസ്. അടിപൊളി റോഡ്, കോൺക്രീറ്റ് റോഡാണ്. പിന്നെ പക്ഷേ ഒരു മനുഷ്യ കുഞ്ഞില്ല റോഡ് മുതലൊന്നും. വണ്ടി വരുന്ന വണ്ടിയല്ലാണ്ട് സൈഡിലോ ഒന്നുമില്ല, ഇങ്ങനെ ചലിച്ച് പോവാം. വല്ലാത്ത റോഡ് തന്നെ മാപ്പാ, വല്ലാത്ത റോഡ്.